നമസ്കാരം സുഹൃത്തുക്കളെ, വളരെ നാളുകൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്തുകയാണ്. ഓൺലൈനായിട്ട് എങ്ങനെ പൈസ സമ്പാദിക്കാം എന്നുള്ള പരമ്പരയിലെ അടുത്ത വീഡിയോ ആണിത്. കുറേ നാളായി ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇപ്പോൾ അടുത്തൊരു വെബ്സൈറ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം, ആമസോൺ എന്ന് പറയുന്നത് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ വലിയൊരു വെബ്സൈറ്റാണ്. അവർക്ക് പല പല വെബ്സൈറ്റുകളുണ്ട്. അതിൽ ഓൺലൈൻ ഷോപ്പിങ്ങിനാണ് ഉള്ളൊരു വെബ്സൈറ്റാണ് amazon.com. ഈ amazon.com എന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ ഓൺലൈൻ ജോബ് അന്വേഷിക്കുന്നവർക്ക് ആമസോണിൻ്റെ വെബ്സൈറ്റ് തന്നെ അവരുടെ വേറൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. വെബ്സൈറ്റിൻ്റെ പേരാണ് ആമസോൺ മെക്കാനിക്കൽ ടർക്ക് അഥവാ MTurk എന്ന് പറയും. നമ്മുടെ ബ്രൗസറിൽ www.mturk.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ മെക്കാനിക്കൽ ടർക്കിൻ്റെ മെയിൻ പേജിലെത്താം. ഇതാണ് അവരുടെ മെയിൻ പേജ്. ഇതിലിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം യുവർ അക്കൗണ്ട് ഹിറ്റ്സ് ക്വാളിഫിക്കേഷൻസ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ രണ്ട് ഓപ്ഷനുണ്ട്. ഒന്ന് മേക്ക് മണി ഉണ്ട്, ഗെറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് വേറുണ്ട്. ഗെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ഈ ആമസോൺകാരെ ഏൽപ്പിക്കാം. ഈ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അതുവഴി നമുക്ക് റിസൾട്ട്സ് ഉണ്ടാക്കാം. ഇതിനാണ് ഗെറ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മേക്ക് മണിയാണ്. നമുക്ക് ഇതിനകത്തിൽ വർക്ക് ചെയ്യാനാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മേക്ക് മണി എന്ന്. അപ്പോൾ നമ്മൾ ഇപ്പം ചെയ്യേണ്ടത് മേക്ക് മണിയാണ്. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോഴത്തേക്കിന് യുവർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യും. ഞാനിതിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ അതിൻ്റെ സൈൻ ഇന്നിലോട്ട് പോകും. അപ്പം ഓൾറെഡി നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പുതിയതായിട്ട് അക്കൗണ്ട് എടുക്കാനാണെങ്കിൽ തന്നെ സൈൻ ഇൻ അടിക്കുക. അന്നേരം ഇതിൽ ഇതുപോലെയുള്ളൊരു മെക്കാനിക്കൽ ടർക്ക് വർക്കർ സൈൻ ഇൻ ആസ് എ വർക്കർ എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ കാണും. ആ വർക്കറിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സൈൻ ഇൻ അടിക്കാം. നമ്മൾ ഏത് ഇമെയിലിലാണോ എടുത്തിട്ടുള്ളത്, നമുക്ക് ഉള്ള ഇമെയിൽ ഏതാണോ അതിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ഇതിനകത്തിലുണ്ട്. അതുകൊണ്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കയറുകയാണ്. അപ്പോൾ ഈ സൈറ്റിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറേ ഡീറ്റെയിൽസൊക്കെ പുതിയതായിട്ട് വരുന്നവരെ ചോദിക്കും. അപ്പം പാസ്വേഡ് അതിനെ അടിച്ചു കൊടുക്കണ്ട. ന്യൂ കസ്റ്റമർ ആണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൊടുക്കുമ്പോൾ പാസ്വേഡ് ആദ്യത്തെ ടൈമിലൊന്നും പാസ്വേഡ് അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി എൻ്റെ ഡീറ്റെയിൽസൊക്കെ അടുത്ത പേജിൽ ചോദിച്ച് നമുക്ക് സൈൻ ഇൻ ആക്കുന്നതാണ്, രജിസ്റ്റർ ആക്കുന്നത്. അപ്പോൾ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഒരു അപ്രൂവലുണ്ട്. ഈ അപ്രൂവൽ ഇവർ പറയുന്നത് 48 മണിക്കൂർ എന്നാണ്. പക്ഷേ 48 മണിക്കൂറിലൊന്നും അപ്രൂവൽ ആകില്ല. ഞാനിപ്പോൾ തന്നെ ഒരു 6 മാസത്തോളം കാത്തിരുന്നിട്ടാണിത് എനേബിളായി കിട്ടിയത്. ഇവർ റിവ്യൂ ചെയ്യും. അക്കൗണ്ട് റിവ്യൂ ചെയ്തിട്ടാണ് ഇവർ എനേബിൾ ആക്കുന്നത്. ഭാഗ്യത്തിന് എനിക്ക് 6 മാസം കൊണ്ട് ഇത് റെഡിയായി കിട്ടി. ചിലരുടെ പറയാൻ പറ്റില്ല, 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ചിലപ്പോൾ 48 മണിക്കൂറിനകമോ ഒക്കെ ഇത് അക്കൗണ്ട് എനേബിൾ ആകും. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ടിൻ്റെ ഡാഷ്ബോർഡാണ്. ഇതിലിപ്പോൾ എനിക്ക് $9.59 $9.59 ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു മാസം ആയതേ ഉള്ളൂ ഇതിൽ കയറിയിട്ട്, രജിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു മാസം ആയോ എന്നൊരു സംശയമാണ്. ഇന്നിപ്പോൾ ഒക്ടോബർ 5 ഏകദേശം ഒരു മാസമായി കാണും. ഞാനിതിൽ വല്ലപ്പോഴും ഒക്കെയാണ് കയറുന്നത്. പിന്നെ ഇതിൽ പറയാനാണെങ്കിൽ നമ്മുടെ ഇതിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് വരും. ഈ ഹിറ്റ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ആവശ്യമുള്ള ജോലികൾ ഇവിടെ ഓരോരുത്തർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള പണികൾ മുതൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പണികൾ വരെ ഉണ്ട്.
അപ്പോൾ ഇതിൽ നമുക്ക് സോർട്ട് ചെയ്യാം. മോസ്റ്റ് ഫസ്റ്റ് അല്ല, റിവാർഡ് എമൗണ്ട് മോസ്റ്റ് ഫസ്റ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം. ഗോ അടിക്കുക. കഴിയുമ്പോഴത്തേക്കുണ്ടോ $96 ഒരു വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്ക്രൈബ് വീഡിയോ ലെങ്ത് 2 മണിക്കൂർ 44 മിനിറ്റും 22 സെക്കൻഡും ഉള്ളൊരു വീഡിയോ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതാണ് ഈ ഒരു ഹിറ്റ്. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ $96 നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് സിമ്പിളായിട്ടുള്ള 1 സെൻറ്റ് മുതൽ കൂടുതൽ പൈസ ലഭിക്കുന്ന പല ജോലികൾ വരെയുണ്ട്. ഇതിൽ ഒരു ജോലി മാത്രമേ ഇത് കൊടുത്തിട്ടുള്ളൂ 96. അങ്ങനെ കൂടുതൽ ഡോളർ വരുമ്പോൾ വർക്കിൻ്റെ എണ്ണം കുറവായിരിക്കും. ഇത് കണ്ടില്ലേ 6 സെൻറ്റ്, അതായത് സ്പീക്കേഴ്സ് വിത്ത് ഏഷ്യൻ അസെൻസ് ഓൺലി. റെക്കോർഡ് ഫ്രൈസ് യൂസിങ് മൈക്രോഫോൺ ഇൻ യുവർ ഓൺ വോയിസ്, അതായത് നമ്മുടെ സ്വന്തം സൗണ്ടിൽ റെക്കോർഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 20,000-ഓളം ഹിറ്റുകൾ, ഓരോ ജോലിക്കും ഓരോ ഹിറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഇതിനകത്തിൽ വ്യൂ ഹിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട് നോട്ട് ക്വാളിഫൈഡ് വർക്ക് ഓൺ ദിസ് ഹിറ്റ്. അതായത് ഇത് ക്വാളിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. ചില ഹിറ്റുകളൊക്കെ നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ളൂ. ഹിറ്റ് അവൈലബിൾ ടു എന്ന് പറഞ്ഞ് ഒരു ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വർക്കുകളൊക്കെ ഇവിടെ നമുക്ക് ഓൾറെഡി ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊക്കെ കണ്ടില്ലേ. 2 ഷോർട്ട് വീഡിയോസ് വിത്ത് ക്യാപ്ഷൻസ്, പിന്നെ ട്രാൻസ്ക്രൈബ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കണ്ടില്ലേ വ്യൂ ഹിറ്റ് ഓൺ ദിസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു വിൻഡോയിൽ ഇത് വരും. കണ്ടില്ലേ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ, ഡു നോട്ട് ട്രാൻസ്ക്രൈബ് ലൈൻ ബ്രേക്സ് വിത്തിൻ ദ കണ്ടന്റ്. അതായത് ഇത് സാധാരണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ എക്സാമ്പിൾ ടാസ്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു ഇമേജാണ്. ഇത് നമ്മൾ കറക്റ്റ് ആൻസർ ടെസ്റ്റ് എന്ന് അടിച്ച് കൊടുക്കുക. ഈ ഒരെണ്ണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര കിട്ടും? $0.02, അതായത് 2 സെൻറ്റ്. അങ്ങനെ ഇത് സിമ്പിൾ വാക്കുകളാണ്. അത് ടിപ്പിങ് കണ്ടോ, ഇത് സിമ്പിളായിട്ടുള്ള വർക്കുകളാണ്. ടെസ്റ്റ് അങ്ങനെയുള്ള കുറേ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന പണികളും. അക്സെപ്റ്റ് ഹിറ്റ് ആദ്യം അടിച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇത് ഏകദേശം ഞാനൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ വേറെ വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. പിന്നെ ഒരുപാട് വർക്കുകളുണ്ട് ഇതിനകത്തിൽ. നെക്സ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ഒരുപാട് വർക്കുകളുണ്ട്. 125 റിസൾട്ട്സിലെ 2ാമത്തെ പേജാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ട്രാൻസ്ക്രൈബ് ഡേറ്റ ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് റെസിപ്റ്റ്, അതായത് റെസിപ്റ്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് തന്നിട്ടിരിക്കുന്ന കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിന് 3 സെൻറ്റ് 2 സെൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഡേറ്റ യൂസേജ് സർവേ, അപ്പോൾ സർവേ ഉണ്ട്. അങ്ങനെ പല വർക്കുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇതിനകത്തിൽ. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഹിറ്റ്സ് അവൈലബിൾ ടു യു അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്നതാണ്. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകളും ഉണ്ട്. അതായത് ഇമേജ് മാച്ചിങ് ആനിമൽസ്. ഇമേജ് മാച്ചിങ് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇത് നോക്കുകയാണെങ്കിൽ രണ്ട് ഇമേജ് വരും. അത് തമ്മിൽ മാച്ച് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർ ചോദിക്കും. യെസ് ഓർ നോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിലെന്തൊക്കെ ഇതൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് അതൊക്കെയാണ് ഇതിനകത്തിൽ വരുന്നത്. സെയിം ഇൻഡിവിജ്വൽ ആനിമൽ, ഇത് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്നാണ് ഇത് ചോദിക്കുന്നത്. അക്സെപ്റ്റ് ഹിറ്റ് അടിക്കുക. അക്സെപ്റ്റ് ഹിറ്റ് അടിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് സെയിം ആണോ എന്നാണ്. കണ്ടില്ലേ ഈ ഇമേജിലുള്ള ജീവി തന്നെയാണ് ഇപ്പുറത്തുള്ളത്. അപ്പോൾ നമ്മളത് സെയിം എന്ന് അടിച്ചു കൊടുക്കുക. ഇതും എനിക്ക് തോന്നുന്നു സെയിം ആണെന്ന്. സെയിം അടിച്ച് കൊടുക്കുക. ഇത് അതിൻ്റെ ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ ആദ്യമേ വായിച്ച് മനസ്സിലാക്കണം, എന്തുവാണ് വ്യത്യാസമുള്ളത് എന്നുള്ളത്. ഇതിൻ്റെ പാറ്റേണൊക്കെ ശരിയാണ്. സെയിം എന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ചെവി ഇത് കുറച്ചുകൂടെ വണ്ണമുണ്ട്. ഇതിന് കുറച്ച് ലെങ്തി
ഈസി ആയിട്ടുള്ളതാണ്. സെയിം അല്ലെന്ന് തോന്നുന്നു, ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. സബ്മിറ്റ്. ഇപ്പോൾ നമ്മുടെ വർക്ക് അത് കഴിഞ്ഞു. സബ്മിറ്റ് അടിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്നത് വേറെ കുറച്ച് കഴിഞ്ഞിട്ട്. റിവാർഡ് എന്ന് പറഞ്ഞാൽ 0.12 പെർ ഹിറ്റ് എന്നാണ്. അത് ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 12 സെൻറ്റ് അത് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ആമസോൺ ഇത് ജെനുവിനായിട്ട് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിൽ വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് പൈസ കിട്ടും. നമുക്ക് നമ്മുടെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക എനിക്ക് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ട്, ഇത് വേണമെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഇവിടെ കാണിക്കും. ബാക്കി പെൻഡിങ് കിടക്കുന്ന ഇത് കണ്ടില്ലേ, 4 വർക്ക് ഇന്നലെ 6 ചെയ്തു, 2 അപ്രൂവലായി, അതിൻ്റെ പൈസ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി 4 പെൻഡിങ്ങിലാണ്. അവരത് റിവ്യൂ ചെയ്തിട്ട് അതിൻ്റെ അപ്രൂവോ റിജക്റ്റ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ ബാലൻസ് നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൽ ആദ്യമൊക്കെ ചിലപ്പോൾ അവർ ഗിഫ്റ്റ് കാർഡിലായിട്ടായിരിക്കും തരുന്നത്. നമുക്ക് അത് വെച്ച് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. Amazon.com നിന്ന് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും. ഇതിനകത്ത് തന്നെ കണ്ടില്ല, Amazon.com അക്കൗണ്ട് ഗിഫ്റ്റ് കാർഡ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ട്രാൻസ്ഫർ ആകുന്നത്. കുറേ നാളുകൾ ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവർ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ ആക്റ്റീവായിട്ട് ഞാൻ അതിൽ വരുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ വേറെ വെബ്സൈറ്റുകളെ പറ്റി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ബൈ.